വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ നേതാക്കൾ രംഗത്ത് വരുന്നു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു. സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ നിയമം ഭേദഗതി ചെയ്യണമെന്ന് കെ മുരളീധരനും ആവശ്യപ്പെട്ടു. 400-ലധികം പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആവശ്യപ്പെടുമ്പോൾ ദേശീയ ദുരന്തം എന്നൊന്നില്ലെന്നാണ് BJP നിലപാട്. ഇക്കാര്യത്തിൽ UPA സർക്കാരിന്റെ നിലപാടും അവർ ചൂണ്ടിക്കാണിക്കുന്നു. വ്യാപ്തിയും തീവ്രതയും അനുസരിച്ചായിരിക്കും ദുരന്ത സമയങ്ങളിലെ കേന്ദ്ര സഹായമെന്നും BJP വിശദീകരിക്കുന്നു. എന്നാൽ വയനാട് ദുരന്തത്തിൽ രാഷ്ട്രീയം പാടില്ലെന്നും സമ്പൂർണ്ണ പാക്കേജ് നൽകണമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ദേശീയ ദുരന്തമാക്കണമെന്നുള്ളത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ആവശ്യപ്പെട്ടതാണ്. കേരളത്തിൻ്റെ ഗവൺമെൻറ് എഴുതിയതാണ്. ഇത് രണ്ടും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റായാലും സംസ്ഥാന ഗവൺമെൻറ്റായാലും രാഷ്ട്രീയം കലർത്താതെ എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തിയാക്കണം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ നിയമം ഭേദഗതി ചെയ്യണമെന്നും കെ മുരളീധരൻ. നിയമങ്ങൾ ഭേദഗതി ചെയ്യാനാണല്ലോ പാർലമെൻറ്റ് ചേരുന്നു. ഇപ്പോൾ പല നിയമങ്ങളും കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് രൂപമാറ്റം വരുത്തണം. ഇപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ നിലവിൽ എന്തെങ്കിലും അതിന് തടസ്സമുണ്ടെങ്കിൽ അത് നീക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ചുമതലയാണ്. സഹായമെത്തിക്കാൻ കേന്ദ്രം നടപടിയെടുക്കണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജോസ് കെ മാണി MP പറഞ്ഞു. 24 തിരുവനന്തപുരം.